സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 4 പേർ മരിച്ചു. തൃശൂർ ചേലക്കര, കണ്ണൂർ പയ്യന്നൂർ, കാസർഗോഡ് ബന്ദിയോട് എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടായത്. കൊടുങ്ങല്ലൂരിൽ ഹെയർ ഹാൻഡ്സ് ലേഡീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വത്സരാജ് MLAക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിനാശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് റൗണ്ടപ്പ് ആരംഭിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തീരമേഖലകളിൽ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് മുന്നറിയിപ്പ്. മറ്റ് പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ തീരമേഖലകളിൽ കടലാക്രമണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മഴയും കാറ്റും ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 4 പേർ മരിച്ചു. തൃശൂർ ചേലക്കര, കണ്ണൂർ പയ്യന്നൂർ, കാസർഗോഡ് ബന്ദിയോട് എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തൃശൂർ ചേലക്കര, ചേലക്കോട് ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട പാൽവണ്ടി ബസ് കാത്ത് സമീപത്തെ കടയുടെ മുൻവശത്ത് നിന്നിരുന്നവരെ ഇടിക്കുകയായിരുന്നു. പഴയന്നൂർ കല്ലേപ്പാടം സ്വദേശി ഷമീർ, മൂവാറ്റുപുഴ സ്വദേശി ജോസഫ് എന്നിവരാണ് മരിച്ചത്. വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കാസർഗോഡ് ബന്ദിയോടും നിയന്ത്രണം വിട്ട ആംബുലൻസ് ഡിവൈഡറിലിടിച്ച് ഒരാൾ മരിച്ചു. KICB കരാറുകാരനായ അടുക്കയിലെ അശോകൻ എന്ന 41കാരനാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കണ്ണൂർ പയ്യന്നൂർ പെരുമ്പയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് യുവാവും മരിച്ചു. മയിൽ നിരുത്തും പാലും സ്വദേശി ഷാഹിദാണ് മരിച്ചത്. ഓണാവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ഷാഹിദ്. ഒപ്പമുണ്ടായിരുന്ന തിരുവട്ടൂർ സ്വദേശി ഷിബിലിന് ഗുരുതരമായ പരിക്കേറ്റു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 4 ജീവനുകളാണ് ഇന്ന് പൊലിഞ്ഞത്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂരിൽ ഹെയർ ഹാൻഡ്സ് ലേഡീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വത്സരാജ് MLAക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. പ്രദേശത്തെ വിധവകൾക്ക് സഹായധനവും ഓണക്കോടിയും വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ ഹെയർ ഹാൻഡ്സ് ലേഡീസ് ക്ലബ്ബ് പ്രവർത്തകർ ഓണം ആഘോഷിച്ചത് വത്സരാജ് MLAക്കൊപ്പമാണ്. ക്ലബ്ബ് പ്രസിഡന്റ് ബീന കാട്ടകത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടികൾ വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ വിധവകൾക്ക് സഹായധനവും ഓണക്കോടിയും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് പാട്ടും നൃത്തവുമായി ഓണാഘോഷം ഗംഭീരമാക്കി. പഞ്ചായത്ത് അംഗങ്ങളായ KA ഹൈദ്രോസ്, ഷീലു, സംസ്കാര സാഹിത്യ ജില്ലാ ജനറൽ സെക്രട്ടറി KK സഫീർ അലിഖാൻ, MES തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KM അബ്ദുൾ ജമാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നൂർജഹാൻ മുഹമ്മദ്, ബഷീർ കാട്ടിലാൽ, ഷാഹുൽ ഹമീദ്, ഫാത്തിമ ഗഫൂർ, സാജിദ, ലൈല കരൂപ്പടന, റസിയ ബഷീർ, അസ്മ മുഹമ്മദ് യൂസഫ്, സുരയ ജസീൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കൊച്ചി കണ്ടെയ്നർ റോഡിൽ ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിന് പിന്നിൽ അജ്ഞാത വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് പരിക്കേറ്റു. ഏലൂർ വടക്കുംഭാഗം കണപ്പിള്ളി സവിതാ ഭവനിൽ SK ഹരിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:30ഓടെ കളമശ്ശേരി ഭാഗത്തായിരുന്നു അപകടം. പിന്നിൽ നിന്നെത്തിയ അജ്ഞാത വാഹനം ഇടിച്ചതിനെ തുടർന്ന് ഇരുവരും റോഡിൽ വീഴുകയായിരുന്നു. നാട്ടുകാരും അതുവഴി എത്തിയ വാഹനയാത്രക്കാരും ചേർന്ന് ദമ്പതികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഹരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ഭാര്യ സുനിത സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് അംഗം രതീഷ് മണ്ണാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് AA അനീസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ടീച്ചറുടെ കടമ എന്ന് പറയുന്നത് പതാക ഉയർത്തലായിരുന്നു.
കുറച്ച് വൈകും. പക്ഷേ നമ്മളുടെ പരിപാടികളൊക്കെ നടക്കേണ്ടതുകൊണ്ട് നമ്മളുടെ ഉദ്ഘാടന സെക്ഷൻ കഴിയുകയാണ്. അപ്പം അതുകൊണ്ട് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞു എന്ന് പ്രഖ്യാപിക്കാനാണ് ടീച്ചറോട് വന്നിരിക്കുന്നത്. അപ്പം പകരക്കാരിയാണെങ്കിൽ കൂടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഏത് പരിപാടിയും വിജയിക്കട്ടെ എല്ലാ തരത്തിലും. അപ്പം നമ്മളുടെ ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല വ്യക്തിത്വവും നല്ല ഗുണങ്ങളുമായിട്ട് എൻ്റെ മക്കൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ്. എല്ലാവിധ ആശംസകളോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ഈ ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കണം. മതിലകം പോലീസ് സ്റ്റേഷൻ SI സജീവൻ കേഡറ്റുകളുമായി സംബന്ധിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് അൻസൻ, SPC PTA പ്രസിഡന്റ് രേവതി എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും രക്ഷിതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചന്ദ്രാപിന്നി കണ്ണനാംകുളം ട്രോപ്പിക്കൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ട്രോപ്പിക്കൽ ഓണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കണ്ണനാംകുളം ക്ഷേത്ര പരിസരത്ത് നടന്ന ആഘോഷം കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ സ്മരണാർത്ഥമാണ് ഇന്നത്തെ ഈ വേദിയിൽ നിന്ന് നമുക്ക് ആലോചിക്കുമ്പോൾ ആ പോയ കാലത്തെ സ്മരണ നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. ശങ്കരക്കുറുപ്പ് എന്ന് പറഞ്ഞ കളിയാശാന്റെ വട്ടക്കളി നടത്തുന്ന അതിന് പരിശീലനം നൽകിയ ശങ്കരക്കുറുപ്പ് ആശാന്റെ സ്മരണാർത്ഥമാണ് നമ്മുടെ ഈ ഓണവേദി തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ പ്രസക്തിയുണ്ട്. പോയ കാലത്ത് നമ്മുടെ പലരും പറയാറുള്ള നേരത്തെ രഘു പറഞ്ഞ പോലെ ഓർമ്മയ്ക്ക് പേരാണ് ഓണം എന്നാണ് നമ്മുടെ മുരുകൻ കട്ടാക്കട പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞിരാമൻ നായരെയും വൈലോപ്പള്ളിയെയൊക്കെ നമ്മൾ ഓണപ്പാട്ടുകാരെന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെയൊക്കെ അങ്ങനെ വിളിക്കാൻ കാരണം പുതിയൊരു കാലത്ത് സ്വപ്നം കണ്ടുകൊണ്ട് വരാനിരിക്കുന്ന നന്മയുള്ളൊരു കാലം ഒരുക്കിയെടുക്കുകയാണ് ഓണത്തിന്റെ പണി. വലിയൊരു മുദ്രാവാക്യമുണ്ട് ഓണത്തിന്. ആ മുദ്രാവാക്യം മാനവരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന വിഷയത്തിനെ കുറിച്ച് ഏറ്റവും പ്രസക്തിയുള്ളൊരു മുദ്രാവാക്യമാണ്. മാനവരെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു സമയത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അത്ര ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോയ കാലത്തെ മാവേലി നാടിനെ സ്വപ്നം കാണുകയും അത് വീണ്ടെടുക്കാനുള്ള വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതാണ്. ട്രോപ്പിക്കൽ പ്രസിഡന്റ് EP വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. കേരള കലാമണ്ഡലം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLV രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ KI നബീൽ, ട്രോപ്പിക്കൽ ലൈബ്രറി ഭാരവാഹികളായ സുഭാഷ് ദാസ്, ഓമൽ ശങ്കർ, മുരാരി വേളമ്പത്ത്, അനിത രഘുനന്ദനൻ, സുധി സുഭാഷ്, രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുന്നു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. സംസ്ഥാനത്ത് ഇന്ന് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ 4 പേർ മരിച്ചു. തൃശൂർ ചേലക്കര, കണ്ണൂർ പയ്യന്നൂർ, കാസർഗോഡ് ബന്ദിയോട് എന്നിവിടങ്ങളിലാണ് അപകടങ്ങൾ ഉണ്ടായത്. കൊടുങ്ങല്ലൂരിൽ ഹെയർ ഹാൻഡ്സ് ലേഡീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വത്സരാജ് MLAക്കൊപ്പമായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.